നമസ്കാരം സാറേ, പേര്? ഡോക്ടർ വിവൻ സി, കൃഷി വകുപ്പിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഞാൻ കൃഷി വകുപ്പിൽ കഴിഞ്ഞ 27 വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്. SPCക്ക് വേണ്ടി സാർ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? SPCയിലെ പ്രോഡക്റ്റുകൾ ഒത്തിരി മാർക്കറ്റിൽ കൃഷിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ SPCയിലെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോകണം, കർഷകരായിട്ട് ബന്ധപ്പെടണം. അവിടെ SPCയിലെ പല പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ബയോഗ്രോത്ത്, ബയോഗാർഡ്, ബയോ സ്ട്രൈക്ക്, ഇത് ഒരു ചെടിയുടെ മുഴുവനായിട്ടുള്ള വളർച്ചയ്ക്കും അതിന് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ, പൂവായാലും കായായാലും ഉണ്ടാവാനും അതിൽ വരുന്ന കീടങ്ങളെ രോഗങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ്. പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും പിന്നെ സ്പൈസസിലായാലും പല സ്ഥലത്തും കർഷകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ വിളവ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട്, കർഷകർക്ക് ജൈവ രീതിയിൽ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സഹായിക്കും എന്നുള്ളത് കൂടി അറിയിക്കാനാണ് എന്നെ SPC ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നമസ്കാരം മാഡം, പേര്? LCK ജോൺ. ശരിക്കും നമ്മളിപ്പോൾ കുറേ കർഷകരെ കണ്ട്, അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന എല്ലാ പച്ചക്കറി ആയാലും എന്ത് സംഭവമാണെങ്കിലും അവരുപയോഗിക്കുന്ന ആ ഒരു ചെടിക്ക് നല്ല വിളവും അതുപോലെ കൂടുതൽ നാൾ നിൽക്കുകയും കൃഷിയൊന്നും പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കാനായിട്ടാണ് വന്നത്. നമ്മൾ എങ്ങനെയുള്ള പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോംബോ ആയിട്ട് 3 പ്രോഡക്റ്റാണ് ഉള്ളത്. ഇത് ബയോ ഗ്രോത്ത് ആണ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ബയോ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരും. ഇനിയിപ്പോ പൂക്കേണ്ട പ്രായമാണ്, അതല്ലെങ്കിൽ ആ സീസൺ ആണെങ്കിൽ അത് നിറച്ച് പൂത്തിരിക്കും എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനം. പിന്നെ ഇനിയിപ്പോ നമുക്കൊരു ബയോ സ്ട്രൈക്ക് ഉണ്ട്. ഈ ബയോ സ്ട്രൈക്കും ബയോ ഗ്രോത്തും കൂടി ഒന്നിച്ച് കൊടുക്കുക എന്നോർത്തു. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കൊടുത്താൽ ഇത് ഞാൻ പറഞ്ഞല്ലോ നിറച്ച് അങ്ങോട്ട് ചെടി പൂക്കോ അല്ലെങ്കിൽ വളരുകയോ ചെയ്യണം. അപ്പൊ തന്നെ നമുക്കറിയാം കീടങ്ങൾ വരും അല്ലേ. ഇതും കൂടി ഒന്നിച്ചടിച്ചാല് ബെസ്റ്റ് റിസൾട്ട്. കീടം വരൂല, കറക്റ്റ് ആക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അതെ. അടുത്തത് അപ്പൊ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ആദ്യമേ ഒന്ന് അടിച്ചു കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ട് വരുന്നത്. ഇനിയിപ്പോ നമ്മൾ കീടത്തെ കണ്ടെന്നോർത്തോ, കീടത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാനുള്ളതുണ്ട്. അതായത് ബയോഗാർഡ്, സക്കിംഗ് പെസ്റ്റുകൾ ഉണ്ട്, അതായത് നീരൂറ്റി കുടിക്കുന്നവ, ഇതിപ്പോ ഇലതിന്നി പുഴുക്കൾ, ഇവ രണ്ടും ഒരേപോലെ മാറ്റും. മാത്രമല്ല ഇത് അടിക്കുന്നതുകൊണ്ട് പുഴുക്കളുടെ മുട്ടയെ നശിക്കും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അതും ജൈവമായിട്ടാണ്, മറ്റു ഒന്നുമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഏലത്തിനൊക്കെ കൊടുത്തിട്ട് ബെസ്റ്റ് റിസൾട്ടാണ്. കാരണം സീസൺ കഴിഞ്ഞാലും അതിനകത്ത് നിറച്ച് കായും പൂവും ഉണ്ടാകും. ആ കായകൾക്ക് നല്ല വലിപ്പവും നല്ല ഷേപ്പും അതോടൊപ്പം നല്ല തൂക്കവും കിട്ടുന്നുള്ളതാണ്. ഉപയോഗിച്ചവർ തന്നെ റിസൾട്ട് പറയുന്നുണ്ട്. ഇത് എന്തൊക്കെ ചേർത്താ ഉണ്ടാക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞ ഒരു 25 ഹെർബൽസ് ആണ്. ശരിക്കും അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഓർക്കിഡ് ആയാലും മാന്തൂറി അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം കൊടുക്കാറില്ലേ? തെങ്ങിന് കൊടുക്കാം,